കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ്. അതായത് സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് ലോഡ്. ആക്സിയൽ ഫോഴ്സ് വരുമ്പം സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷൻ, സപ്പോസ് ദ ആക്സിയൽ ഫോഴ്സ് ഈസ് ഒരു റിജിഡ് ബാർ, ഒരു ബാറിലുണ്ട്, റിജിഡ് അല്ല ഡിഫോമബിൾ ബാർ, അതിലൊരു ആക്സിയൽ ഫോഴ്സ് എഫ് എക്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ എനർജി ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന എനർജീൻ്റെ ഇക്വേഷനാണ് ഇത്. അതേപോലെ ഷിയർ ഫോഴ്സ്, ഒരു ബീമിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഇക്വേഷൻ. ദെൻ ബെൻഡിങ് മൂമെൻറ്റ്, ടോർക്ക്. അപ്പം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ഡിറൈവ് ചെയ്തത്. നൗ ടുഡേ വി വിൽ ഡിസ്കസ് ഫസ്റ്റ് വൺ. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം. മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം. ഓക്കെ, ദെൻ കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ കുറച്ച് പ്രോബ്ലംസും കൂടി സോൾവ് ചെയ്യാനുണ്ട്. അതാണ് ഈ ഫോർത്ത് മോഡ്യൂളിലെ റിമൈനിങ് ടോപ്പിക്സ്. സോ നമുക്ക് ഫസ്റ്റ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം എന്താണെന്ന് നോക്കാം. സോ റെസിപ്രോക്കൽ തിയറം ഞാൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ബീം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. അതിൽ സിംഗിൾ ലോഡല്ല, രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. P1 P2 എന്ന് പറഞ്ഞ രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇത് ഇനീഷ്യലി ഈ ഡോട്ടഡ് ലൈനാണ് ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടായിരുന്നത്. സെൻട്രൽ ലൈൻ, ബീമിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഈ ഡോട്ടഡ് ലൈൻ ആയിരുന്നു. ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് ദ ലോഡ് P1 ആൻഡ് P2, ബീം ഈ ഒരു പാറ്റേണിലാണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത്ര ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഈ X1 ഫസ്റ്റ് നമ്മൾ X1ഉം X2 ഇതിന് രണ്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി റെസിപ്രോക്കൽ റിലേഷൻ അല്ല, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. റെസിപ്രോക്കൽ റിലേഷൻ ഇത് കഴിഞ്ഞിട്ടാണ് റെസിപ്രോക്കൽ റിലേഷൻ്റെ പ്രൂഫ് വരുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിഫ്ലക്ഷൻ അണ്ടർ ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിൻറ്റ് 1. ഇതാണ് പോയിൻറ്റ് 1ഉം ഇത് പോയിൻറ്റ് 2 അല്ലെങ്കിൽ C1. ഈ പോയിൻറ്റ് 1 ഡിഫ്ലക്റ്റ് ചെയ്ത് C1 എന്നുള്ള പൊസിഷനിലെത്തി, 2 എന്നുള്ള പോയിൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്ത് C2ലെത്തി. സോ ഈ X1നും X2ഉം എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കൺസിഡർ ആൻ ഇലാസ്റ്റിക് ബീം AB subjected to two concentrated loads P1 and P2. The strain energy of the beam is equal to the work of P1 and P2 as they are slowly applied to the beam at C1 and C2 respectively. Okay, അപ്പോൾ ഇതിൻ്റെ സ്ട്രെയിൻ എനർജി, അപ്പോൾ ഇനി സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി മീൻസ് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ആണ്. ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളെ സ്ട്രെയിൻ എനർജി. എക്സ്റ്റേണൽ വർക്ക് ഡൺ തന്നെയാണ് സ്ട്രെയിൻ എനർജി ആയിട്ട് ബീമിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ലോഡ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്നും പറയുന്നില്ലെങ്കിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ലോഡ് ഗ്രാജുവലി ആണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുവിധം എല്ലാ കേസിലും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവലി ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യും സഡൻലി അപ്ലൈഡ് ലോഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് P1ഉം P2ഉം ഗ്രാജുവലി ഈ ബീമിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ഒരു 0 വാല്യൂ ആയിരുന്നു, ദെൻ ഫൈനലി ദ ഫുൾ പൊട്ടൻഷ്യൽ P1 എന്നുള്ള ലോഡ് ആക്ട് ചെയ്യും. അതേമാതിരി P2 ആണെങ്കിൽ ഇനീഷ്യലി 0 ആയി ഫൈനലി P2 എന്നുള്ള ഫുൾ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ലോഡിങ് കൊടുക്കുന്നത്. ഓക്കെ, നൗ ഈ X1ഉം X2ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എയിം, നമ്മളെ ഒബ്ജക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X1ഉം X2 ആണ്. ഈ ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മൾ സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ പൊസിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ പൊസിഷൻ മെത്തേഡ് മീൻസ് നമ്മൾ രണ്ട് ലോഡ് ഉണ്ടെങ്കിൽ ഓരോ ലോഡും ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യും. ആദ്യം P1, സപ്പോസ് ഈ ബീമിൽ P1 മാത്രം അപ്ലൈ ചെയ്യും, P2 അപ്ലൈ ചെയ്യുന്നില്ല, P2 0 എന്നുള്ള അസംഷനിൽ അല്ലെങ്കിൽ P2 ഇല്ല എന്നുള്ള അസംഷനിൽ P1 മാത്രം അപ്ലൈ ചെയ്യും. ദെൻ ഈ ബീമിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ P1 നമ്മൾ ഒഴിവാക്കിയിട്ട് P2 മാത്രം അപ്ലൈ ചെയ്യും. P2 മാത്രം അപ്ലൈ ചെയ്യുമ്പം ഈ ബീമിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ എന്നുള്ളത് അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ഈ രണ്ട് എക്സ്പ്രഷനും P1 മാത്രം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ എക്സ്പ്രഷനും P2 മാത്രം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഡിഫ്ലക്ഷൻ്റെ എക്സ്പ്രഷനും രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ X1
x2 എന്നുള്ള വാല്യൂ കിട്ടും. പോയിന്റ് 1-ൽ ഉണ്ടാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ കിട്ടും, അതേപോലെ പോയിന്റ് 2-ലും ഉണ്ടാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ കിട്ടും. അതിനെയാണ് മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ആ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അസ്യൂം ദാറ്റ് ഓൺലി P1 ഈസ് അപ്ലൈഡ് ടു ദ ബീം. ഈ ബീമിൽ P1 മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ള അസംഷനാണ്. സോ P1 അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബീമിനുണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ P1 മാത്രമായതുകൊണ്ട് പുതിയ ഡിഫ്ലക്റ്റഡ് പൊസിഷനെ C1 എന്ന് വിളിച്ചു. ഇവിടുത്തെ പോയിന്റ് 2-ൻ്റെ ഡിഫ്ലക്ഷനെ C2 എന്നും പേര് കൊടുത്തു. P1 മാത്രം അപ്ലൈ ചെയ്തു. ഓക്കെ, ദെൻ ഈ P1 കൊടുക്കുമ്പം 1 എന്നുള്ള പോയിന്റ് ഡിഫ്ലക്റ്റ് ചെയ്ത ഈ ഡിഫ്ലക്ഷനെ X11 എന്ന് പേര് വിളിച്ചു. അതേമാതിരി ഈ പോയിന്റ് 2-ലുണ്ടായ ഡിഫ്ലക്ഷനെ X21 എന്നും പേര് കൊടുത്തു. അപ്പം ഇത് പേര് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പോയിന്റ് 1-ലാണ് ലോഡ് കൊടുത്തത്. ഈ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ് നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിന്റ് 1-ലാണ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെറ്റർ 1 ആയിരിക്കണം. ഇനി നമ്മൾ പോയിന്റ് 2-ലാണ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പം പോയിന്റ് 2 ആണ്. പോയിന്റ് 2-ലാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ആ 2 ആയിരിക്കണം. ഏത് പോയിന്റിലാണോ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് മീൻ ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ്, ഈ സെക്കൻഡ് 1 ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. പോയിന്റ് 1-ലാണോ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പോയിന്റ് 2-ലാണോ കൊടുത്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ് സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് വരിക. അപ്പോൾ ഇവിടെ 1 X11 മീൻസ് ദിസ് സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് റെപ്രസെൻറ്റ്സ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് പോയിന്റ് 1. പോയിന്റ് 1-ലാണ് നമ്മൾ P1 എന്നുള്ള ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ വരുമ്പോൾ എന്ത് വരും, പോയിന്റ് 2-ലെ ഡിഫ്ലക്ഷൻ ആണ്. ബട്ട് ഈ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്, ഇത്രയും ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം പോയിന്റ് 1-ൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ്. ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് പോയിന്റ് 2-ന് ഇത്രയും ഡിഫ്ലക്ഷൻ വന്നത്. സോ ഇതിനെ X21 എന്നും പേര് കൊടുത്തു. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ദ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് റെപ്രസെൻറ്റ്സ് ദ പോയിന്റ് അറ്റ് വിച്ച് വി ആർ മെഷറിങ് ദ ഡിഫ്ലക്ഷൻ. ഏത് പോയിന്റിലാണോ നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. ദെൻ സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് റെപ്രസെൻറ്റ്സ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഏത് പോയിന്റിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതാണ് സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഇവിടെ P1 എന്നുള്ള പോയിന്റ് 1-ലാണ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പോയിന്റ് 1-ൽ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടുത്തെ ഡിഫ്ലക്ഷനെ ഫസ്റ്റ് പോയിന്റ് ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് പോയിന്റ് 1 X11 എന്ന് പേര് കൊടുത്തു. അതേപോലെ ഇവിടുത്തെ ഡിഫ്ലക്ഷനെ the deflection at point 2 due to force applied at point 1 X21 എന്നും പേര് കൊടുത്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ നോമൻക്ലേച്ചർ വരുന്നത്. ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതൊരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. P1 എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ദെൻ എല്ലാ വാല്യൂസും വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റാണ്. നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ പ്ലാസ്റ്റിക് റീജിയനിലെ ആ റീജിയനിലേക്കൊന്നും പോകുന്നില്ല. എല്ലാം പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇങ്ങനെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഇടയിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ലീനിയർ ഗ്രാഫാണ് കിട്ടുക. സോ വി ക്യാൻ റൈറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി സ്ട്രെസ്സിന് പകരം നമുക്ക് എന്ത് എഴുതാം, സ്ട്രെസ് മീൻസ് ലോഡ് ബൈ ഏരിയ ആണ്, ഏരിയ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് load is directly proportional to deflection. Okay, strain means change in dimension, deflection by change in dimension, original dimension. So load is directly proportional to deflection ആണ് within elastic limit ആയതുകൊണ്ട്. സോ ഈ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ലോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ആണ്, ഡിഫോർമേഷൻ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, നമ്മളിപ്പോൾ കൊടുത്ത ലോഡ് P1 ആണ്. P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ പോയിന്റിലുണ്ടായ ഡിഫ്ലക്ഷൻ X11 എഴുതാൻ പറ്റും. അതേപോലെ P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ പോയിന്റിലുണ്ടായ ഡിഫ്ലക്ഷൻ X21. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് ലോഡും ഡിഫ്ലക്ഷൻ എത്രയാണോ ലോഡ് കൊടുക്കുന്നത് അതിന് പ്രൊപ്പോർഷനായിട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യാം. ഇവിടെ
ലോഡ് കൂടുതൽ കൊടുത്താൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇവിടെയും. സോ നമുക്ക് P1 ഈസ് പ്രൊപ്പോർഷണൽ ടു X11 എന്ന് എഴുതാം. അതേപോലെ P1 ഒറ്റ ലോഡ് മാത്രമേ ഉള്ളൂ, P1 ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു X21 എന്ന് എഴുതാം. ഇതിന്ന് നമുക്ക് എന്ത് എഴുതാം? X11 ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ആൽഫ 11 ഇൻറ്റു P1 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ നിന്ന് X21 ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ആൽഫ 21 ഇൻറ്റു P1 എന്ന് എഴുതാം. ഓക്കെ, വേർ ദിസ് കോൺസ്റ്റൻറ്റ്സ് ആൽഫ 11 ആൻഡ് ആൽഫ 21 ഇതിനെയാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 X11 ഈസ് ഈക്വൽ ടു ആൽഫ 11 ഇൻറ്റു P1 ഓർ X21 ഈസ് ഈക്വൽ ടു ആൽഫ 21 ഇൻറ്റു P1. രണ്ടും P1 തന്നെയാണ്, P1 മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. വേർ ആൽഫ 11 ആൻഡ് ആൽഫ 21 ആർ കോൺസ്റ്റൻറ്റ്സ് നോൺ ആസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ആൽഫ 11ഉം ആൽഫ 22ഉം ഡിഫൈൻ ആൽഫ 11 അല്ലെങ്കിൽ ആൽഫ 21 അതുപോലെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സപ്പോസ് ഈ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചു, ഒരു 1 ന്യൂട്ടൺ അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 1 യൂണിറ്റ് അത്രയും ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. പോയിന്റ് 1ൽ അപ്ലൈ ചെയ്തത് ഒരു 1 യൂണിറ്റ് ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? X11 ഈസ് ഈക്വൽ ടു ആൽഫ 11 ആയിട്ട് മാറും. അതേപോലെ X21 ഈസ് ഈക്വൽ ടു ആൽഫ 21 ആയിട്ട് മാറും. സോ വി ക്യാൻ ഡിഫൈൻ ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ആൽഫ 11 ആസ് ഇറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു എ യൂണിറ്റ് ലോഡ് അപ്ലൈഡ് അറ്റ് പോയിന്റ് 1 അല്ലേ? ഒരു സിംഗിൾ യൂണിറ്റ് ലോഡ് മീൻസ് യൂണിറ്റ് 1 ആയിട്ടുള്ള 1 മാഗ്നിറ്റ്യൂഡുള്ള ലോഡ്. സോ ആൽഫ 11 ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ആൽഫ 11 ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫ്ലക്ഷൻ at point 1 due to a unit load applied at point 1. Okay, similarly alpha 21 can be defined as it is the deflection. X21 means deflection. It is the deflection at point 2. It is the deflection at point 2 due to a unit load applied at point 1. Point 1ൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പം പോയിന്റ് 2ൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എത്രയാണോ അതിനെയാണ് ആൽഫ 21 എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതാണ് അതിൻ്റെ ആൽഫ 21ഉം ആൽഫ 11 അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഏത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റും ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഇപ്പം ഇത് ഓർമ്മിച്ച് വെക്കുക. X11 മീൻസ് ഇറ്റ് ഈസ് ആൽഫ 11 ഇൻറ്റു P1. സിമിലർലി X21 മീൻസ് ഇറ്റ് ഈസ് ആൽഫ 21 ഇൻറ്റു P1. ഓക്കെ, ഇപ്പം നമ്മൾ P1 മാത്രം അപ്ലൈ ചെയ്തപ്പം ആണ് ഈ രണ്ട് ഡിഫ്ലക്ഷൻ C1 ഡാഷ് C2 ഡാഷ് എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ച് വെച്ചത്. നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ P2. P1 ഒഴിവാക്കിയിട്ട് P1 ഇല്ല P2 മാത്രം ഈ ബീമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഡിഫോർമേഷൻസ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ചെയ്ത അതേപോലെ തന്നെ നമുക്ക് അതും ചെയ്യാൻ പറ്റും. അസ്യൂം ദാറ്റ് ഓൺലി P2 ഈസ് അപ്ലൈഡ് ടു ദ ബീം. നേരത്തെ P1 ചെയ്ത പോലെ P2 മാത്രമേ ഉള്ളൂ എന്നുള്ള അസ്യൂം ചെയ്യാം. സോ അതാണ് ഇവിടെ കാണിച്ചത്. സോ P2 അപ്ലൈ ചെയ്തപ്പം ആ പൊസിഷൻ C1 ഡബിൾ ഡാഷ് എന്നും C2 ഡബിൾ ഡാഷ് എന്നും വിളിച്ചു. P2 അപ്ലൈ ചെയ്തപ്പം ഈ പോയിന്റ് 1ലും പോയിന്റ് 2ലും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. പോയിന്റ് 2ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഇതിനെങ്ങനെ പേര് കൊടുക്കും? ഈ ഡിഫ്ലക്ഷൻ എന്ന പേര് കൊടുക്കും ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 2 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് അറ്റ് പോയിന്റ് 2. അതുകൊണ്ട് X22 എന്ന് വരും. അതേപോലെ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ത് വരും? ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് അറ്റ് പോയിന്റ് 2. പോയിന്റ് 2ൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 1ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. സോ അതിനെ X12 എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇനി നേരത്തെ അതേ അപ്രോച്ച് ലീനിയർ ഇലാസ്റ്റിക് ലിമിറ്റ് ആയതുകൊണ്ട് P2 ഈ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമുക്ക് X12 ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P2 എന്ന് വരും. അതേപോലെ X22 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P2 എന്ന് എഴുതാൻ പറ്റും. ഈ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കിയിട്ട് കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ
നമുക്ക് എന്ത് എഴുതാം? x12 ഈസ് ഈക്വൽ ടു α12 ഇൻറ്റു P2 എന്ന് എഴുതാൻ പറ്റും. x22 ഈസ് ഈക്വൽ ടു α22 ഇൻറ്റു P2 എന്ന് എഴുതാൻ പറ്റും. വേർ α12 ആൻഡ് α22 ആർ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ്. ഇനി നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ അതേപോലെ തന്നെ സപ്പോസ് ഈ ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് P2ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ α12ഉം x12ഉം ഈക്വൽ ആവും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കുക, വേർഡ്സിൽ നിങ്ങളൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക α12ഉം x12 α12 എങ്ങനെ വരും എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് നോക്കിയാൽ മതി. നൗ നമ്മൾ P1 അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു, P2 അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. സോ നൗ ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 x1 എന്ത് വരും? ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 മീൻസ് ഇവിടെ പോയിന്റ് 1ൽ ഒരു x11 ഡിഫ്ലക്ഷൻ ഉണ്ട്, അതേപോലെ ഇവിടെ പോയിന്റ് 1ൽ ഒരു x12 ഡിഫ്ലക്ഷൻ ഉണ്ട്. സോ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 ഈസ് x11 പ്ലസ് x12 എന്ന് വരും. അതേപോലെ പോയിന്റ് 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ പോയിന്റ് 2ലുണ്ടായ ഡിഫ്ലക്ഷൻ x21 ആണ്, സെക്കൻഡ് കേസിൽ x22 ആണ്. സോ പോയിന്റ് 2, ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് പോയിന്റ് 22 ഈസ് x21 പ്ലസ് x22 എന്ന് വരും. ഇതാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻസ് അറ്റ് പോയിന്റ് 1 ആൻഡ് പോയിന്റ് 2. ഇനി x11ന് ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. x11 ഈസ് നത്തിങ് ബട്ട് α11 ഇൻറ്റു P1 ആണ്. അതേപോലെ x12 നമുക്കറിയാം, x12 ഈസ് α12 ഇൻറ്റു P2 ആണ്. സോ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1നെ കണ്ടുപിടിക്കാൻ പറ്റും. x1 ഈസ് ഈക്വൽ ടു P1 α11 പ്ലസ് P2 α12 എന്ന് വരും. അതേപോലെ x2 ഈസ് ഈക്വൽ ടു x21 പ്ലസ് x22 എന്ന് വരും. അതായത് P1 α21 പ്ലസ് P2 α22 എന്ന് വരും. ഈ രണ്ട് എക്സ്പ്രഷനും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഈ എക്സ്പ്രഷൻ നമുക്ക് നെക്സ്റ്റ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം ഡിറൈവ് ചെയ്യുമ്പം ആവശ്യമുണ്ട്. കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൽ വരുന്ന ഡെറിവേഷൻ ഈ രണ്ട് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ റെസിപ്രോക്കൽ റിലേഷൻ ഇത് ആവശ്യമില്ല. റെസിപ്രോക്കൽ റിലേഷൻ്റെ ഇതിന് x1ൻ്റെ x2ൻ്റെ വാല്യൂ ആവശ്യമില്ല, പക്ഷേ ഇത് ആവശ്യമുണ്ട്. x1 ഈ റിലേഷൻ, ഇതുപോലത്തെ റിലേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ബട്ട് ഈ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഈ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഫോർ ഡിറൈവിങ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ച്വൽ റെസിപ്രോക്കൽ റിലേഷൻ എന്താണെന്നും അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ റെസിപ്രോക്കൽ റിലേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് α12 കണ്ടുപിടിച്ചു. ഇപ്പോൾ റെസിപ്രോക്കൽ റിലേഷൻ, മാക്സ്വെൽസ് റെസിപ്രോക്കൽ റിലേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ α12 ഷുഡ് ബി ഈക്വൽ ടു α21 ആയിരിക്കും. ഇതിനെയാണ് റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ αij, ഏതെങ്കിലും രണ്ട് പോയിന്റ് i and j ഈസ് ഈക്വൽ ടു αji. ഇതിനെയാണ് റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങൾ, കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഞാനിപ്പം റെസിപ്രോക്കൽ റിലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. αij ഈസ് ഈക്വൽ ടു αji, അല്ലെങ്കിൽ α12 ഈസ് ഈക്വൽ ടു α21. ഓക്കെ, അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ഡൺ അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കും രണ്ട് പാത്തിൽ കൂടെ. സോ പാത്ത് 1 മീൻസ് ഫസ്റ്റ് വി വിൽ അപ്ലൈ P1. ഒരു ഇതിൽ P1 ആദ്യം അപ്ലൈ ചെയ്യും, ദെൻ ഇതിൽ P2 അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് പാത്ത് 1. P1 ഫസ്റ്റ് P1 അപ്ലൈ ചെയ്യും, ദെൻ സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് P2 അപ്ലൈ ചെയ്യും. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് അല്ല. P1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ P2 സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലൈ ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് P1 ദെൻ P2. ഈ P2 അപ്ലൈ ചെയ്യുമ്പം P1 ഒഴിവാക്കുന്നില്ല, P1 ഇവിടെ തന്നെ ഉണ്ട്, P1 കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ P2 കൂടി അപ്ലൈ ചെയ്യും. ദെൻ
വി വിൽ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി യു കണ്ടുപിടിക്കും. അതാണ് പാത്ത് 1. സോ പാത്ത് 1 ആയതുകൊണ്ട് ഞാൻ U1 എന്തെങ്കിലും പേര് കൊടുത്തു. ദെൻ പാത്ത് 2-ൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് P2 അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ ബീമിൽ ഒരു ബീമുണ്ട്, അതിൽ P2 അപ്ലൈ ചെയ്യും. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ P1 അപ്ലൈ ചെയ്യും. ഓക്കെ, രണ്ടിൻ്റെയും സെയിം എഫക്റ്റ് സെയിം ആണ്, ഓർഡർ മാത്രം ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. P1ഉം P2 എന്നുള്ള അപ്ലൈ ചെയ്യുന്ന ഓർഡർ മാറ്റി. ഫസ്റ്റത്തേൽ P1 ദെൻ P2, സെക്കൻഡ് കേസിൽ P2 ആദ്യം ചെയ്യും ദെൻ P1, ബാക്കിയെല്ലാം സെയിം. സോ ഇവിടുത്തെ ഈ കേസിലെ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കും. അതിനെ U2 എന്ന് വിളിച്ചു. സോ ഈ സ്ട്രെയിൻ എനർജി മീൻസ് ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നമ്മൾ ഏത് ഓർഡറിൽ കൊടുത്താലും ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നത് സെയിം ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, U1 ഈസ് ഈക്വൽ ടു U2 എന്ന് എഴുതാൻ പറ്റും. U1 ഈസ് ഈക്വൽ ടു U2 എന്ന് എഴുതാൻ പറ്റും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് α12 ഈസ് ഈക്വൽ ടു α21 കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സോ പാത്ത് 1, ടു കമ്പ്യൂട്ട് ദ വർക്ക് ഡൺ by P1 and P2 and thus the strain energy of the beam, assume that P1 is first applied slowly at C1. Okay, after that P1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ P2 കൂടി അപ്ലൈ ചെയ്യും. സോ ഫസ്റ്റ് അസ്യൂം ദാറ്റ് P1 എന്നുള്ളത് ഗ്രാജുവലി ഈ ബീമിൽ അപ്ലൈ ചെയ്തു. സോ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതുപോലെ തന്നെ X1ഉം നമ്മളിപ്പം ടോട്ടൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ച അതേപോലെ തന്നെ ഒരു ബീമുണ്ട്, അതിൽ P1 അപ്ലൈ ചെയ്തു. P1 അപ്ലൈ ചെയ്തപ്പോൾ പോയിന്റ് 1 ഷിഫ്റ്റ് ചെയ്ത പൊസിഷൻ C1 ആണ് ഇവിടുത്തെ. ഈ ഡ്യൂ ടു ദിസ് P1 പോയിന്റ് 2 C2 സോ ഇത് നമുക്കറിയാം. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ നമ്മൾ X11 എന്ന് പേര് വിളിച്ചു, ഇവിടുത്തെ ഡിഫ്ലക്ഷനെ X21 എന്നും പേര് വിളിച്ചു. നൗ ബിക്കോസ് ഓഫ് ദിസ് P1, ഈ P1 കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് എങ്ങനെ കാണും? വർക്ക് മീൻസ് ഫോഴ്സ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷനെയാണ് വർക്ക് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ വർക്ക് ഡൺ U അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി വർക്ക് ആയതുകൊണ്ട് ഞാൻ U എക്സ്റ്റേണൽ എന്തെങ്കിലും പേര് കൊടുക്കാം. U ഈസ് ഈക്വൽ ടു പോയിന്റ് 1-ൽ എന്ത് വരും? ഇത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് ഇതിൻ്റെ വർക്ക് ഡൺ ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു X11 എന്ന് വരും. ഓക്കെ, ഇത് ഹാഫ് വരാൻ കാരണം നമുക്കറിയാം ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആകുമ്പോൾ ആവറേജ് ലോഡാണ് ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഗ്രാഫ് ഗ്രാജുവലി അപ്ലൈഡ് ആണോ 0 ടു മാക്സിമം P1 എന്നുള്ള വാല്യൂ വരും. ഈ വാല്യൂ P1 ആണ്, ഇത് 0 ആണ്. സോ വർക്ക് ഡൺ മീൻസ് ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്. ഇത് ലോഡ്, ഇത് ഡിഫ്ലക്ഷൻ. ഈ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഹാഫ്, ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഈ ഡിഫ്ലക്ഷൻ ഇൻറ്റു ഈ ഹൈറ്റ്. സോ ഡിഫ്ലക്ഷൻ നമ്മൾ X11 എന്നാണ് പേര് കൊടുത്തത്. സോ ഹാഫ് ഇൻറ്റു ഡിഫ്ലക്ഷൻ X11, ഇത് X11 ആണ്. ഈ ലോഡ് ഇത്രയും ഹൈറ്റ് P1 ആണ്. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു X11 എന്ന് വരും. ഇതാണ് P1 ചെയ്യുന്ന വർക്ക് ഈ ബീമിൽ. ഈ വർക്കാണ് സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ P1 ചെയ്യുന്ന വർക്ക് മാത്രമേ എടുത്തുള്ളൂ. സോ ദ വർക്ക് ഓഫ് P1 അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ P1 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു X11 എന്ന് വരും. ഇറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു X11-ന് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. X11 ഈസ് നമ്മൾ തൊട്ട മുമ്പ് കണ്ടുപിടിച്ച X11 ഈസ് α11 ഇൻറ്റു P1 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ എക്സ്പ്രഷൻ വിൽ ബി ഹാഫ് ഇൻറ്റു α11 ഇൻറ്റു P1 സ്ക്വയർ എന്ന് വരും. ഈ കേസിൽ P2 നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. സോ P2-നെ കൊണ്ട് വർക്ക് ഡൺ ഒന്നുമില്ല. വർക്ക് ഡൺ ബൈ P2 ഈസ് 0 ആണ്. ഓക്കെ, P2-ൻ്റെ എഫക്റ്റ് ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ P1 ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ P2 കൂടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. അതായത് ഇപ്പോൾ ഇത്രയും ഡിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഈ ഡിഫ്ലക്റ്റഡ് പൊസിഷനിൽ നമ്മൾ P2 സ്ലോലി അപ്ലൈ ചെയ്തു. P2 സ്ലോലിയാണ് അപ്ലൈ ചെയ്തത്, ഗ്രാജുവലി അപ്ലൈ ചെയ്തു. ഇപ്പോൾ P2 അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ P2 അപ്ലൈ ചെയ്യുമ്പം
P1 ഇവിടെ ഫുള്ളായിട്ട് ഓൾറെഡി ഉണ്ട്. P1 നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. P1 കംപ്ലീറ്റ് ആയിട്ട് പോയിൻ്റ് 1-ൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പുതുതായിട്ട് P2 എന്നുള്ളത് ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ ബീം എന്താവും, ഈ പൊസിഷനിൽ നിന്ന് ഒന്നും കൂടി താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ആവും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള സെക്കൻഡ് ലൈൻ. ഓക്കെ, സോ P2 അപ്ലൈ ചെയ്തപ്പം പോയിൻ്റ് 2-ൽ ഉണ്ടായ ഡിഫ്ലക്ഷന് നമ്മൾ ആസ് യൂഷ്വൽ X22 എന്ന് പേര് കൊടുത്തു. ഈ ഡിഫ്ലക്ഷന് X22 എന്ന് പേര് കൊടുത്തു. അതേപോലെ P2 അപ്ലൈ ചെയ്യുമ്പം ഇവിടെയും കുറച്ച് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷനെ പോയിൻ്റ് 1-ലുള്ള ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് 2, അതുകൊണ്ട് അതിനെ X12 എന്നും പേര് കൊടുത്തു. ഓക്കെ, നേരത്തെ പോലെ സൂപ്പർ പൊസിഷൻ ടെക്നിക്ക് അല്ല, വർക്ക് ഡൺ ആയതുകൊണ്ട് രണ്ടിൻ്റെയും ടോട്ടൽ എഫക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും കൂടി ആക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഒരു ഓർഡറിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ആദ്യം P1 ദെൻ P2 കൊടുത്തു എന്നേ ഉള്ളൂ. ബട്ട് രണ്ട് ഫോഴ്സും ആ ബീമിലുണ്ട്. സോ ഇവിടെ P2 കൊടുക്കുമ്പം ഓൾറെഡി P1 ഇവിടെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. നൗ നമുക്ക് ഈ P2 കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കാം. സോ P2 കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് ഡൺ മീൻസ് P2 ഇൻറ്റു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു P2 മൂലമുണ്ടായ ഡിഫ്ലക്ഷൻ ചെയ്താൽ അതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ദെൻ ഗ്രാജുവലി അപ്ലൈഡ് ഫോഴ്സ് ആയതുകൊണ്ട് ഒരു ആവറേജ് ലോഡായിട്ടാണ് വരിക, അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. സോ ദ വർക്ക് ഡൺ ബൈ P2 അല്ലെങ്കിൽ ദ വർക്ക് ഓഫ് P2 ഈസ് ഹാഫ് ഇൻറ്റു P2 ഇൻറ്റു X22 എന്ന് വരും. ഇനി X22 നമുക്കറിയാം, X22 ഈസ് ആൽഫ 22 ഇൻറ്റു P2 ആണ്. സോ ഹാഫ് P2 ഇൻറ്റു ആൽഫ 22 ഇൻറ്റു P2 എന്ന് വരും. സോ ഹാഫ് ഇൻറ്റു ആൽഫ 22 ഇൻറ്റു P2 സ്ക്വയർ എന്ന് വരും. ഇതാണ് P2 ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഫോഴ്സും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ ഇപ്പം വർക്ക് ഡൺ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ P2 അപ്ലൈ ചെയ്യുമ്പം ഈ P1 പൊസിഷനിൽ ഇവിടെ കുറച്ചൊരു ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ P1-നെ കൊണ്ട് ഒരു വർക്ക് ഡൺ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഫോഴ്സും ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. സോ ഈ ഡിഫ്ലക്ഷനും ഈ ഫോഴ്സും കൊണ്ട് ഒരു വർക്ക് ഡൺ നടക്കുന്നുണ്ട്. സോ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂടെ ഈ ടേമും ദെൻ ഈ P1-നെ കൊണ്ട് ഇപ്പം പുതുതായിട്ടുണ്ടായ ഈ വർക്ക് ഡിഫ്ലക്ഷൻ്റെ വർക്ക് ഡണ്ണും കൂടി കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുള്ളൂ. അത് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആസ് P2 is slowly applied at C2, the point of application of P1 moves through an amount X12 from C1 dash to C1. ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ P2 ഇവിടെ അപ്ലൈ ചെയ്തപ്പം ഈ P1 എന്ത് ചെയ്തു, ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അതായത് C1 ഡാഷിൽ നിന്ന് C1-ലേക്ക് മൂവ് ചെയ്തു. സോ ഫോഴ്സ് ഉണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ട്, അതേ ഡയറക്ഷനിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. സോ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The X12 from C1 dash to C1 and load P1 does work. അതും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. Since P1 is fully applied during this displacement, its work is equal to P1 into X12. അതാണ് ഇവിടെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഇവിടെ നമ്മൾ ഈ വർക്ക് ഡൺ ഇവിടുത്തെ കാൽക്കുലേറ്റ് വർക്ക് ഡൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ P2 കൊടുത്തിട്ടാണ് ഈ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ P1 എന്നുള്ളത് അവിടെ ഗ്രാജുവലി അപ്ലൈഡ് അല്ല. P1 അവിടെ ഫുള്ളായിട്ട് ഓൾറെഡി ആക്ട് ചെയ്യുന്നുണ്ട്. P1-ൻ്റെ ഫുൾ എമൗണ്ട് അവിടെ ഉണ്ട്. സോ അതിൻ്റെ വർക്ക് ഡൺ എന്ത് വരും? ഇപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ ഇത് ലോഡ്, ഇത് ഡിഫ്ലക്ഷൻ. അപ്പം ഇവിടെ P1 എന്നുള്ളത് ഈ ഒരു കേസിൽ, സെക്കൻഡ് കേസിൽ P1 എന്നുള്ളത് 0 തൊട്ടിട്ട് ആക്ട് ചെയ്യല്ല. P1 അവിടെ ഫുള്ളായിട്ട് P1-ൻ്റെ വാല്യൂ അവിടെ ഉണ്ട്. ഈ വാല്യൂ ഫോഴ്സ് അവിടെ ഉള്ളപ്പോഴാണ് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഡിഫ്ലക്ഷൻ X12 എന്നുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ എമൗണ്ട്, ഇത്രയും എമൗണ്ട് X12 ആണ്, ഈ വാല്യൂ P1 ആണ്. സോ P1 കംപ്ലീറ്റ് ആയിട്ടുണ്ടായതുകൊണ്ട് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് വരിക. ഗ്രാജുവലി അപ്ലൈഡ് ആണെങ്കിലാണ്
ട്രയാങ്കുലർ ഷേപ്പ് വരിക. ഇവിടെ ഗ്രാജുവലി അല്ല, P1 അവിടെ ഫുള്ളായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ് വരിക. സോ ദിസ് ഏരിയ ഈസ് P1 ഇൻറ്റു കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ x12 എന്നാണ് ഏരിയ വരിക. ഇതാണ് ഈ ചെറിയ വർക്ക് ഡൺ, ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ. P1 ഇൻറ്റു x12 ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു α12 ഇൻറ്റു P2. x12ൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? α12 ഇൻറ്റു P2 ആയിരിക്കും. P2ലാണ് ലോഡ് അപ്ലൈ ചെയ്തത്. ആ ലോഡിനെ കൊണ്ടുണ്ടായ ഡിഫ്ലക്ഷനാണ് x12. സോ α12 ഇൻറ്റു P2 ആണ് x12 എന്ന് പറഞ്ഞാൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ α12 ഇൻറ്റു P1 ഇൻറ്റു P2 എന്ന് വരും. അപ്പോൾ ഇത്രയുമാണ് വർക്ക് ഡൺ ഉണ്ടാവുക. ഈ 3 വർക്ക് ഡണ്ണാണ് ഉണ്ടാവുക. ഒന്ന് P1നെ കൊണ്ട് ഉണ്ടായ വർക്ക് ഡൺ, ഒന്ന് P2നെ കൊണ്ട് 0.2 ഉണ്ടായ വർക്ക് ഡൺ, ദെൻ P2നെ കൊണ്ട് 0.1 ഉണ്ടായ ചെറിയ ഡിഫ്ലക്ഷൻ, ഫൈനൽ ലാസ്റ്റ് ഉണ്ടാവുന്ന P1 ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഈ 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടും. സോ യു ക്യാൻ റൈറ്റ് ടോട്ടൽ സ്ട്രെയിൻ എനർജി U ഈസ് ഈക്വൽ ടു, നമുക്കൊന്ന് എഴുതി നോക്കാം. എന്നിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇൻറ്റു, ഇവിടെ ഫസ്റ്റ് കേസ് ഹാഫ് ഇൻറ്റു α11 ഇൻറ്റു P1 സ്ക്വയർ, ഹാഫ് ഇൻറ്റു α11 ഇൻറ്റു P1 സ്ക്വയർ. Then second case half into α22 into P2 square, half into α22 into P2 square. Then P1 full ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ചെറിയ വർക്ക് ഈസ് ഈക്വൽ ടു α12 P1 P2. ഈ 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടി. ഇതിനെ ഇനി ഒന്ന് സിംപ്ലിഫൈ മാത്തമാറ്റിക്കൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തമായിട്ട് ഒരു ഹാഫ് പുറത്തെടുത്തു. ഹാഫ് പുറത്തെടുക്കുമ്പോൾ ഇത് പുറത്തു പോയി, ഇതും പുറത്തു പോയി. ഇവിടെ ഹാഫില്ല, ഹാഫ് പുറത്തെടുക്കുമ്പോൾ ഒരു 2 നമ്മൾ അഡീഷണലി കൊടുക്കണം. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ വേണം എഴുതാം. U ഈസ് ഈക്വൽ ടു ഹാഫ് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു α11 P1 സ്ക്വയർ പ്ലസ് 2α12 P1 P2 പ്ലസ് α22 P2 സ്ക്വയർ. ഈ ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പൈൻ ചെയ്ത് കാണിച്ചതാണ്. C1 ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഫസ്റ്റ് P1 ഗ്രാജുവലി അപ്ലൈ ചെയ്തു, ദെൻ P1 ഫുള്ളായിട്ടുള്ളതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C1 ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കിട്ടും. അതുപോലെ C2 ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അതില്ലാതെ തന്നെ, ഗ്രാഫ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് കിട്ടും. സോ പാത്ത് 1 പ്രകാരം അക്കോർഡിംഗ് ടു പാത്ത് 1 ഫസ്റ്റ് P1 ആ ഓർഡർ സീക്വൻസ് P1 കൊടുത്തു, ദെൻ P2. ആ സീക്വൻസ് പ്രകാരം ഉണ്ടായ സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷനാണ് ഇത്. ഇനി നമ്മൾ സെക്കൻഡ് പാത്ത്, സിമിലർലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്ട്രെയിൻ എനർജി ഇഫ് വി അപ്ലൈ P2 ഫസ്റ്റ് ദെൻ P1. അതെന്ത് വരുന്നുണ്ടാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഡയഗ്രാം നോക്കുക. ഇഫ് ലോഡ് P2 ഹാഡ് ബീൻ അപ്ലൈഡ് ഫസ്റ്റ് ടു ദ ബീം ഫോളോഡ് ബൈ P1. അപ്പോൾ ഫസ്റ്റ് P2 മാത്രം കൊടുത്തു. P2 കൊടുക്കുമ്പം പൊസിഷൻ സെക്കൻഡ് കേസ് ആയതുകൊണ്ട് C2 ഡബിൾ ഡാഷ് C1 ഡബിൾ ഡാഷ് എന്ന് പേര് കൊടുത്തു. ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അറ്റ് 0.2 ഡ്യൂ ടു ഫോഴ്സ് അറ്റ് 2 x22 എന്ന് പേര് കൊടുത്തു. ഇതിന് x12 എന്നും പേര് കൊടുത്തു. സോ x12 x22 രണ്ടും കിട്ടി. ദെൻ P2നെ കൊണ്ടുണ്ടാക്കിയ വർക്ക് ഡൺ എന്ത് വരും? ഹാഫ് ഇൻറ്റു P2 ഇൻറ്റു x22 എന്ന് വരും. ഇനി x22 മീൻസ് ഇറ്റ് ഈസ് α22 ഇൻറ്റു P2 ആണ്. സോ P2ൻ്റെ വർക്ക് ഡൺ ഹാഫ് α22 P2 സ്ക്വയർ, ഇത്രയും കിട്ടും. ഇനി ഈ ഒരു പൊസിഷനിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൽ ബീമിൽ P1 ഗ്രാജുവലി അപ്ലൈ ചെയ്യാണ്. P1 ഗ്രാജുവലി അപ്ലൈ ചെയ്യുമ്പം ഈ പോയിൻറ്റും ഷിഫ്റ്റ് ആവും, ഈ പോയിൻറ്റും ഷിഫ്റ്റ് ആവും. അതാണ് ഈ സെക്കൻഡ് ഇവിടെ കാണിച്ച സെക്കൻഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷനെ 0.1 ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെ x11 എന്ന് പേര് കൊടുത്തു. ഇവിടുത്തെ ഡിഫ്ലക്ഷനെ x21. നമ്മുടെ സ്റ്റാൻഡേർഡ് നോമൻക്ലേച്ചർ, നമ്മുടെ ആ സീക്വൻസ് പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് സബ്സ്ക്രിപ്റ്റും നോക്കിയിട്ട് സ്റ്റാൻഡേർഡായിട്ട് അതേ നോമൻക്ലേച്ചർ ഫോളോ ചെയ്തു. ദെൻ കറസ്പോണ്ടിങ് വർക്ക് ഡൺ, ഈ P2-ലുണ്ടായ വർക്ക് ഡണ്ണും P1-ലുണ്ടായ വർക്ക് ഡണ്ണും. അപ്പോൾ ഇവിടെ P1 അപ്ലൈ ചെയ്യുമ്പം ഈ P2 ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ എഫക്റ്റ് ഇവിടെ ഉണ്ട്. ആ സമയത്താണ് P1 ആക്ട് ചെയ്യുന്നത്. സോ ഈ വർക്ക് ഡൺ, ഈ x21ൻ്റെ വർക്ക് ഡൺ എന്ത് വരും?
X21 ഉണ്ടാക്കാൻ ആവശ്യം ആ ഡിഫ്ലക്ഷൻ ചെയ്യുമ്പം ആ ഡിഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ മീൻസ് P2 ഇൻറ്റു X21 എന്ന് വരും. ഇവിടെ P1ൻ്റെ വർക്ക് ഡൺ എന്ത് വരും? P1 അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവലി ആണ്. സോ ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു X11 എന്ന് വരും. ഈ മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ഡണ്ണും ഇവിടെ കിട്ടിയ വർക്ക് ഡൺ മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഇനി X1ന് പകരം നമുക്ക് α11 ഇൻറ്റു P1 എന്ന് കൊടുക്കാം. α11 ഇൻറ്റു P1 എന്ന് കൊടുക്കാം. X21ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? α21 ഇൻറ്റു P1 എന്ന് കൊടുക്കാം. ഓക്കെ, മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ U2 കിട്ടും. പാത്ത് 2 പ്രകാരമുള്ള അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരത്തെ അതേപോലെ തന്നെ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി സ്ട്രെയിൻ എനർജി ആയതുകൊണ്ട് ഏത് പാത്തിൽ കൂടെ ചെയ്താലും ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നത് സെയിം ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് പാത്ത് പ്രകാരമുള്ളത്, ഇതാണ് സെക്കൻഡ് പാത്ത് പ്രകാരമുള്ളത്. രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനലി ഇങ്ങനെ വരും. സോ ഇത് വരുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? α12 ഈസ് ഈക്വൽ ടു α21 എന്ന് വരും. ഓക്കെ, ഇതിനെയാണ് റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ റിലേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് സോളിഡ് ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് I ഡ്യൂ ടു ലോഡ് അറ്റ് J. ജനറൽ ആയിട്ട് പറഞ്ഞതാണ് α12ന് പകരം αij ഈസ് ഈക്വൽ ടു ദ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് J ഡ്യൂ ടു ലോഡ് ആക്ടിങ് അറ്റ് I. അതായത് αij ഈസ് ഈക്വൽ ടു αj ആണ്. ഇനി ആൽഫ എന്താണെന്ന് അറിയാത്തവർക്ക് ഇത് വായിച്ചു നോക്കിയാൽ ആൽഫ തന്നെ മനസ്സിലാവും. ആൽഫ മീൻസ് ഡിഫ്ലക്ഷൻ തന്നെയാണ് ഇഫ് യു അപ്ലൈ യൂണിറ്റ് ലോഡ്. ഇതിനെയാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം എന്ന് പറയുന്നത്.